റോണി കെ ബേബി ഇപ്പോൾ ഈ കെ ജെ ജേക്കബ് ഈ ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ടല്ലോ, ഈ പറഞ്ഞ ഉത്തർപ്രദേശിലും വടക്കേ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഇപ്പോൾ ബി ജെ പി നേരിടുന്ന ഒരു വിഷമം പിടിച്ച സ്ഥിതി, ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചപ്പോൾ കേരളത്തിൽ സംഭവിച്ചത് ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടായെന്നാണ്. അതാണ് കെ ജെ ജേക്കബ് ആദ്യം ചൂണ്ടിക്കാട്ടിയ കാര്യവും. ആ തൃശ്ശൂരിലെ അവസ്ഥയ്ക്ക് ഉത്തരവാദി ആരാണെന്ന് കൂടി നമ്മൾ പറഞ്ഞു പോകണം. അതങ്ങനെ ചുരുക്കത്തിലങ്ങ് നമുക്ക് ഓടിച്ചു വിടാൻ പറ്റുന്നതല്ലല്ലോ. ഈ പറഞ്ഞ കാര്യത്തിൽ കെ മുരളീധരൻ വടകര വിട്ട് വന്ന് ടി എൻ പ്രതാപനെ ഓടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. എനിക്ക് തോന്നുന്നു, ഞാൻ എന്നോട് അസ്ത ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കെ ജെ ജേക്കബ് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ടി എൻ പ്രതാപനോട് മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹമെങ്കിലും ചിലപ്പോൾ ജയിച്ചു പോയേനെ, അല്ലെങ്കിൽ സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ വേണ്ടി കെ മുരളീധരൻ വന്നതുപോലെയുണ്ട് തൃശ്ശൂരിലേക്ക്. എന്താണ് റോണി കെ ബേബി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി കേൾക്കേണ്ടി വരുമല്ലോ, മറുപടി എന്താണ്? നിയമം കൂടി ചേർത്ത് വെച്ച് മറുപടി പറയാൻ കേട്ടോ റോണി കെ ബേബി. അല്ല, നമ്മളെ ഇങ്ങനെ പിന്നെ ബി ജെ പി സീറ്റിൽ ജയിച്ചതിന് അതിൻ്റെ പിന്നെ കോൺഗ്രസ് കൂടി ഉത്തരവാദിയാണ് എന്ന് നമ്മൾ ആരോപണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ തിരിച്ച് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പുകൾ ഉണ്ടായി. റോണി കെ ബേബി, താങ്കൾ ഒരു പ്രൊഫസറാണ്, രാഷ്ട്രതന്ത്ര ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ദേശീയ തലത്തിലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കരുവന്നൂരിലേക്കൊന്നും പോകല്ലേ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. എന്നെ തോപ്പിക്കാൻ വേണ്ടി താങ്കൾ കരുവന്നൂരോ ഇതിനപ്പുറം വേറെ എന്തെങ്കിലും ഒന്നും എടുത്ത് പറയാതെ വളരെ ഗൗരവമായി താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒറ്റ കാര്യം, അതായത് ഈ പറഞ്ഞ കാര്യത്തിൽ തൃശ്ശൂരിൽ കെ മുരളീധരൻ വരാതെ വടകരയിൽ തന്നെ അദ്ദേഹം മത്സരിക്കുന്നു എന്നിരിക്കട്ടെ. കെ മുരളീധരൻ അവിടെയും ജയിക്കാമല്ലോ. ഇന്നത്തെ സ്ഥിതിയിൽ യു ഡി എഫിന് വോട്ട് കിട്ടിയില്ലേ? ജനങ്ങളുടെ രാഷ്ട്രീയ വോട്ടാണ് കിട്ടിയതെന്ന് ഷാഫി പറമ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ അവിടെ ജയിക്കാമായിരുന്നു. ഈ രാഷ്ട്രീയ വോട്ട് അവിടെയും കിട്ടുമായിരുന്നു. അവിടെ ടി എൻ പ്രതാപന് മത്സരിക്കുന്നതിന് ഒരു അയോഗ്യതയും ഉണ്ടായിരുന്നില്ല. ഈ കണക്കിലാണെങ്കിൽ അദ്ദേഹത്തിനും വേണമെങ്കിൽ ജയിച്ചു വരാമായിരുന്നു. അതെന്തുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കി ആ സ്ഥിതിയിൽ നിന്ന് കെ മുരളീധരൻ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അതവിടെ എന്ത് ഗുണമുണ്ടാക്കി? ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ സ്പ്ലിറ്റാകുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പോയത്? അതല്ലേ ഒരു തരത്തിൽ സുരേഷ് ഗോപിക്ക് ഗുണകരമായി മാറിയത്? ഒരിക്കലുമില്ല. കാരണം ഒരു ശക്തമായ ഫൈറ്റ്, ഒരു ശക്തമായ മത്സരം പിന്നെ തൃശ്ശൂർ വരണം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ശ്രീ കെ മുരളീധരനെ അവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഇന്ന് സുരേഷ് ഗോപി അദ്ദേഹം ജയിച്ചതിന് ശേഷം നടത്തിയ അദ്ദേഹത്തിന്റെ ആ ഒരു പരാമർശത്തിൽ പോലും ബി ജെ പി ഒരു രാഷ്ട്രീയമായി വിജയിച്ചതായി അദ്ദേഹം പോലും അവിടെ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടവുമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ അകത്ത് പിന്നെ അദ്ദേഹം പോലും ഒരു ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ നേട്ടമായി, കാരണം കേരളത്തിൽ ബി ജെ പിയുടെ ടാലിയിലാണല്ലോ നമ്മളത് കൂട്ടുക, ബി ജെ പിയുടെ അക്കൗണ്ടിലാണല്ലോ അത് വരിക. അതൊക്കെ അദ്ദേഹം പറയുന്നു, ശരിയാണ്. അദ്ദേഹത്തെ ഇനി എത്രമാത്രം ബി ജെ പിക്ക് ഉൾക്കൊള്ളാൻ പറ്റും? കേരളത്തിലെ നേതാക്കൾ ബി ജെ പിക്കൊപ്പം സുരേഷ് ഗോപിയെ കൂട്ടുമോ? സുരേഷ് ഗോപി ഇനി കെ സുരേന്ദ്രനെയും വി മുരളീധരനെയൊക്കെ കൺസിഡർ ചെയ്യുമോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം. അദ്ദേഹത്തിന് നരേന്ദ്രമോദി മാത്രമാണ്. ഇന്ദിരാഗാന്ധി കഴിഞ്ഞിട്ടേ ഉള്ളൂ നരേന്ദ്രമോദിയും.